മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുല്ലിച്ചിറ അമലോത്ഭവമാതാ ദേവാലയത്തിൽ മരിയൻ തീർത്ഥാടനത്തിന് തുടക്കമായി. വികാരി ഫാദർ എഫ് അമൽരാജ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തിരുസ്വരൂപക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുല്ലിച്ചിറ അമലോത്ഭവമാതാവിന്റെ അത്ഭുതരൂപം വണങ്ങാൻ അവസരം ഒരുക്കുന്നത് ഡിസംബർ 21 മുതലാണ്. തിരുനാൾ ദിനം ഡിസംബർ 22-നും തിരുനാൾ സമാപന ദിനം ഡിസംബർ 23-നുമാണ്. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുല്ലിച്ചിറ അമലോത്ഭവമാതാ ദേവാലയം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ട് 20 വർഷം പൂർത്തിയാവുകയാണ്. തിരുനാൾ ആരംഭ ദിനത്തിൽ ഇടവക വികാരി ഫാദർ എഫ് അമൽരാജ് തിരുനാൾ കൊടിയേറ്റ് കർമ്മം നടത്തി. തുടർന്ന് കൊല്ലം രൂപത മുൻമെത്രാൻ ഡോക്ടർ സ്റ്റാൻലി റോമന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ സമാരംഭ ദിവ്യബലി നടന്നു. ഇടവക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 15-ന് രാവിലെ 9 മണിക്ക് കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം ഉണ്ടായിരിക്കും. ഡിസംബർ 16 തുടങ്ങി 20 വരെ അതിരമ്പുഴ കാരിസ്ഭവൻ ഡയറക്ടർ ഫാദർ ബിജിൽ ചാക്യാത്തിന്റെ നേതൃത്വത്തിൽ ആന്തരിക സൗഖ്യ ധ്യാനം ഉണ്ടായിരിക്കും. ഡിസംബർ 21-ന് അമലോത്ഭവമാതാ തിരുസന്നിധിയിലെ സമർപ്പണ ദിനമാണ്. അന്നേ ദിവസം രാവിലെ 7 മണിക്ക് ആഘോഷമായ ദിവ്യബലിയും തുടർന്ന് കായൽ വെഞ്ചരിപ്പ് കർമ്മവും ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം തന്നെ 1:30-ന് പുല്ലിച്ചിറ മാതാവിന്റെ കിരീടവും ജപമാലയുമായുള്ള പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ആഘോഷമായ ദിവ്യബലിയും തുടർന്ന് മാതാവിന്റെ തിരുസ്വരൂപം പീഠത്തിൽ പ്രതിഷ്ഠിച്ച് തിരുവാഭരണവും ചാർത്തും. തുടർന്ന് വചന സന്ദേശവും പുല്ലിച്ചിറ മാതാവിന്റെ തിരുസ്വരൂപം ആനയിക്കും. ഡിസംബർ 22-ന് അമലോത്ഭവമാതാ തിരുനാൾ ദിനമാണ്. അന്നേ ദിവസം തമിഴ്, ഇംഗ്ലീഷ്, ലത്തീൻ ഭാഷകളിൽ ദിവ്യബലി ഉണ്ടായിരിക്കും. രാവിലെ 10 മണിക്ക് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ മഹോത്സവ പൊന്തിഫിക്കൽ ദിവ്യബലിയും പ്രദക്ഷിണവും പള്ളിപ്രഘോഷണവും ദിവ്യകാരുണ്യ ചുറ്റുമുള്ള തിരുസ്വരൂപ പ്രദക്ഷിണവും പുതിയ പ്രസിദ്ധേന്ത്യയെ വാഴിക്കൽ ചടങ്ങുമുണ്ടായിരിക്കും. ഡിസംബർ 23-ന് തിരുനാൾ ദിനത്തിൽ രാവിലെ 8 മണിക്ക് പരേതരായ പ്രസിദ്ധേന്ത്യമാർക്കുള്ള ദിവ്യബലിയും വൈകിട്ട് 4 മണിക്ക് കൃതജ്ഞത ദിവ്യബലിയും ഉണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ 31-ന് വൈകിട്ട് 5 മണിക്കുള്ള തീർത്ഥാടന സമാപന ദിവ്യബലിയോടുകൂടി തീർത്ഥാടന തിരുനാൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.